Hi friends, welcome to Simis Nadan Kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം ഡ്രൈ ഫ്രൈ ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 125 ഗ്രാം ചിപ്പിക്കൂണാണ് എടുത്തേക്കുന്നത്. ഇതുപോലത്തെ ഇത് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കണത്. അപ്പോൾ ഇതെങ്ങനെ മുറിക്കുന്നതെന്ന് നോക്കാം. ഒരു കൊല പോലെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഓരോന്ന് വിടിയിച്ചെടുക്കണം. ഇതുപോലെ മുറിച്ചതിന് ഇളക്കിയതിന് ശേഷം ഇതിങ്ങനെ നമുക്കിത് കൈ കൊണ്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് കത്തിയുടെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് എത്ര വലിപ്പം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വലുപ്പത്തിൽ ഇതുപോലെ ഇങ്ങനെ കീറി എടുക്കാം. ഇതുപോലെ ഇത് പിള്ളേരോടൊക്കെ കീറി തരാൻ പറഞ്ഞാൽ മതി, അവർ ചെയ്തിട്ട് ഇവർക്ക് നല്ല രസമായത് ഇങ്ങനെ കീറിയെടുക്കാനായിട്ട്. ഇതുപോലെ ഇതിപ്പോൾ ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കഴുകിയതിന് ശേഷമാട്ടോ ഞാനിതിങ്ങനെ ആക്കിയെടുത്തേക്കണത്. അതും വെള്ളത്തിലിട്ട് കഴുകിയെടുത്തു. അതിന് ശേഷമാണ്, വെള്ളം പോയതിന് ശേഷമാണ് ഇതുപോലെ കുഞ്ഞു പീസായിട്ട് മുറിച്ചെടുത്തേക്കണം. ആദ്യമേ നമുക്ക് ഈ മഷ്റൂം ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം സ്റ്റൗ ഓണാക്കി വെക്കാം. ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തോളൂ. സ്റ്റൗ ഓണാക്കിയിട്ട് ചെറിയ ഫ്ലെയിം ഇട്ട് വെക്കാം. അതിന് ശേഷം അത് അടച്ചു വെക്കാം. ഇനി ഇത് ചെറിയ ഫ്ലെയിമിൽ കിടന്ന് വേണം ഇത് വേകാനായിട്ട്. മഷ്റൂം വേകാൻ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, ഒരു 5 മിനിറ്റൊക്കെ മതിയാകും. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ടില്ല. ഇതിൻ്റെ അകത്ത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് അടച്ചു വെച്ചു. ഇനി ഈ ചെറു തീയിൽ കിടന്നിട്ട് വേണം ഇത് വേകാനായിട്ട്. അന്നേരത്തേക്ക് ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മഷ്റൂം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് വേകാൻ അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വേകും ഇത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റൗവും കൂടെ ഓഫ് ചെയ്യാം. ഇനി വേറൊരു പാത്രം ചൂടാക്കാൻ വെക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 6 വെളുത്തുള്ളി ചതച്ചെടുത്തത് അത് ചേർക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തത്. ഇത് എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ ആ എണ്ണയിലേക്ക് കറിവേപ്പില ഇടുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ തന്നെ എണ്ണയിലേക്ക് കറിവേപ്പില ചേർക്കുന്നത്. ഒരു വലിയ സവാള കനം കുറച്ച് അരിഞ്ഞത് അത് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കുഞ്ഞി തക്കാളി ചേർക്കാം കേട്ടോ, ഒരുപാട് വലുത് വേണ്ട. ഇത് തീ ഒന്ന് കൂട്ടി വെച്ചേക്കാം. തീ കൂട്ടി വെച്ചിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. തീ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് ഭയങ്കര കുഴഞ്ഞിരിക്കും. തക്കാളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂണി ചേർക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ മസാലകളെല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സവാള വഴറ്റുമ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. തീ കൂട്ടി വെച്ചിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതങ്ങോട്ട് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ഞാൻ 1 തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഇതിൽ കറിവേപ്പില എത്ര കിടക്കുന്നോ അത്രയും ടേസ്റ്റ് ആട്ടോ. കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. ഇത് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം. ഇത് എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം 5 മിനിറ്റ് നേരത്തേക്ക് ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സവാളയ്ക്കകത്ത് മസാലയൊന്നും ചേർത്തിട്ടില്ല. മസാല മൊത്തം ചേർത്തേക്കുന്നത് മഷ്റൂമിൻ്റെ അകത്താണ്. അപ്പം മഷ്റൂമിൽ നിന്ന് ആ മസാലയെല്ലാം നമ്മൾ സവാളയ്ക്കകത്തോട്ട് കയറി പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെറിയ തീയിലിട്ടിട്ട് ഫ്രൈ ചെയ്തത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ ഫ്രൈ ആയി. അതുപോലെ സവാളയിലും ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് മല്ലിയില. ഇതൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇത് സ്റ്റൗ കൊണ്ട് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മഷ്റൂം ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റാർട്ടറായിട്ടും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ല ഒരു ഡിഷാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്